കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഒരു വിശേഷപ്പെട്ട സബ്ജക്റ്റാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അത് നിങ്ങളിൽ പലർക്കും പ്രയോജനമായി തീരും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ആത്മഹത്യ എന്നുള്ളതായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. സർവശക്തൻ നമ്മെ പഠിപ്പിക്കുമാറാകട്ടെ. സർവവല്ലഭനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങ് നല്ല ഗുരുവായിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. പഠിക്കേണ്ടും വണ്ണം പഠിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. ഞങ്ങൾ ദൈവീക സ്വഭാവമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി തരണമേ. തിരുനാമത്തെ ഉയർത്തണമേ. ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ പ്രിയ പിതാവേ. ആമേൻ. മനുഷ്യന് ഏതെങ്കിലും ദുഃഖമുണ്ടായാൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാത്തവർ വളരെ കുറവായിരിക്കും. ദുഃഖമുണ്ടായാൽ ഇന്നലെയും വീട്ടിനടുത്ത് ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു എന്ന് വേണ്ട, എല്ലാ ദിവസവും ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രേരണ മനുഷ്യജീവിതത്തിൽ ഉണ്ടാകുന്നു. എന്തിന് ആത്മഹത്യ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. ആത്മഹത്യ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കപ്പെട്ട് അത് ചെയ്ത ശേഷം അവർ കരയുകയാണ്. അതങ്ങനെ ഒരു പരിധി കഴിയുമ്പോൾ അവർ കിടന്ന് നിലവിളിക്കുകയാണ്, ഞാൻ ചെയ്തു പോയി, എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് അവർ പറയും. അങ്ങനെയുള്ള പല ആളുകളെയും എനിക്ക് പരിചയമുണ്ട്. ഇനി അത്യാഗ്രഹം കൊണ്ട് പണം കടം വാങ്ങി നിവർത്തിക്കുവാൻ കഴിവില്ലാതെ ആത്മഹത്യ ചെയ്യുന്നവർ ഒരുപാട്. പൈസ കടം വാങ്ങി വലിയ വീട് വച്ച് ആ ലോൺ അടയ്ക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ അതിലും കൂടുതൽ. കേരളത്തിൽ തന്നെ ഒരു വലിയ വീട് വെച്ച, കേരളത്തിലെ ഏറ്റവും വലിയ വീട് വെച്ച മനുഷ്യൻ, അദ്ദേഹത്തിന് ഷിപ്പിലാണ് ജോലിയായിരുന്നത്. ഒരിക്കൽ ഈ 2019 സാമ്പത്തിക തകർച്ച ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയും തകർന്നു. അദ്ദേഹം വീട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്തത് നമ്മൾ വായിച്ചു. അല്പകടഭാരമോ ഏതെങ്കിലും ദുഃഖങ്ങളോ പ്രേമ നൈരാശ്യമോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ തരം താഴ്ത്തി പറഞ്ഞ് നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ചാൽ അങ്ങനെയുള്ളവരും ചിലപ്പോൾ ചെന്ന് ആത്മഹത്യ ചെയ്യും. ഉദാഹരണം, മോഷ്ടിക്കാത്ത ഒരുത്തനെ നീ ഒരു കള്ളനാണെന്ന് പറയുമ്പോൾ അദ്ദേഹം പിറ്റേ ദിവസം ഏതെങ്കിലും മരത്തിൽ തൂങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ മാരകമായ വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നു. ഇനി ചെയ്യാത്ത കുറ്റം, വ്യഭിചാരം ചെയ്യാത്ത മനുഷ്യൻ, പക്ഷേ അദ്ദേഹത്തെ ഒരു വ്യഭിചാരി എന്ന് വിളിക്കുമ്പോൾ ഹൃദയം നൊന്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു.
ഇത് ഒരു സ്വഭാവഹത്യയാണ്. നമ്മുടെ സ്വഭാവത്തെ വ്രണപ്പെടുത്തുമ്പോൾ കൈക്കൂലി വാങ്ങാത്ത ഒരു മനുഷ്യനെ കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞ് സമൂഹത്തിൻ്റെ ഇടയിൽ ഇകഴ്ത്തുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ കണ്ട് വയ്ക്കുന്നതായ ഒരു കാര്യം ആത്മഹത്യയാണ്. ഇതല്ലാത്തവരുമുണ്ട്, അവർ വിടുതൽ പ്രാപിക്കും. ISROയിൽ തന്നെ ഒരു സീനിയർ ഓഫീസർ ഒരു വ്യഭിചാര കുറ്റം ചുമത്തി അദ്ദേഹത്തെ ജയിലിലൊക്കെ ഇട്ടു, ഒരുപാട് വർഷം പീഡിപ്പിച്ചു. ഒടുവിൽ അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞു. അദ്ദേഹത്തിന് അവാർഡൊക്കെ പ്രധാനമന്ത്രി കൊടുക്കുവാനിടയായിത്തീരുന്നത് നമ്മൾ കേട്ടതാണ്. ഉറപ്പുള്ളവർ, ധൈര്യമുള്ളവർ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, അതെ, അങ്ങനെയുള്ളവർക്ക് ആത്മഹത്യയുടെ ചിന്ത വരേണ്ട കാര്യമില്ല. അവർ ഉറച്ചു നിൽക്കും. വരുന്നതെന്താണോ അത് വന്നോട്ടെ. മറ്റു ചിലർ കാണ്ടാമൃഗത്തിൻ്റെ തൊലിയുടെ കട്ടിയുള്ളവരും ഉണ്ട്. എന്ത് വന്നാലും എന്ത് കുഴപ്പം കാണിച്ചാലും അവർക്കൊന്നുമില്ല, അതെല്ലാം കേൾക്കും. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായ നിലയിൽ ആളുകൾ ഉണ്ട്. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നത്, തെറ്റുകൾ ചെയ്യാത്ത നിങ്ങൾക്ക്, ഒരാൾക്ക് തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന് നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയുന്നു എങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. സത്യം ഒരു ദിവസം വെളിപ്പെട്ടു വരും. നമ്മൾ അല്പം വെയിറ്റ് ചെയ്താൽ, അല്പം താമസിച്ചാൽ സത്യം പുറപ്പെട്ടു വരുമെന്ന് നമ്മൾ ഒരു കഥയിലൂടെ 6ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോൾ അവിടെ ഒരു കഥ അങ്ങനെ ഉണ്ട്. സത്യത്തിന് അല്പസമയം കിട്ടണം. അത് പുറത്തു വരുമ്പോൾ നമ്മൾ പുറത്തു വരും, അതിന് സംശയമില്ല. ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല സഹോദരങ്ങളെ. ആത്മഹത്യ ചെയ്താൽ അടുത്ത് നരകത്തിലോട്ടാണ് പോകുന്നതെന്നുള്ള ചിന്ത നിങ്ങൾക്കറിയാമോ? ഈ ലോകത്തും ഒരു സമാധാനമില്ല, വരുവാനുള്ള ലോകത്തിലും സമാധാനമില്ല. അങ്ങനെയെങ്കിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കരുത്, ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ദൈവത്തിൻ്റെ മുൻപിൽ പാപമാണ്. ദൈവം അതിഷ്ടപ്പെടുന്നില്ല. ഏത് മതത്തിലോ ജാതിയിലോ ഏത് വർഗത്തിലോ വർണ്ണത്തിലോ പെട്ടവരാകട്ടെ, ദൈവവചനം പഠിപ്പിക്കുന്നു, ആത്മഹത്യ ചെയ്യരുത്. ദൈവം മനുഷ്യനെ വളരെ നല്ല രീതിയിൽ സൃഷ്ടിച്ചു. അവൻ അനേക സൂത്രങ്ങൾ കണ്ടുപിടിച്ചതുപോലെ നമ്മൾ സൂത്രങ്ങൾ കണ്ടുപിടിക്കാൻ പോകരുത്. ഈ ആത്മഹത്യ ചെയ്താൽ നമ്മൾ വീണ്ടും നരകത്തിൽ യാതന അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ ചെന്ന് ചേരും. എനിക്ക് അറിയാവുന്ന ഒരു സഹോദരൻ്റെ അനുഭവം പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം എന്ന്, ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നു. ഒരു പയ്യൻ, ജീവിതത്തിൽ ഒരു നിരാശ ഉണ്ടായിരുന്നു അവന്. യഥാർത്ഥത്തിൽ ഒരു നിരാശയെന്ന് പറയാനൊക്കുകയില്ല അത്.
ഇവൻ്റെ ഹൃദയത്തിൽ അതൊരു നിരാശയായി തോന്നി. അവൻ്റെ ഹൃദയത്തിൽ തോന്നി, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നല്ലതാണ് എന്ന് ഒരു തോന്നൽ. എന്നെ ആരും സ്നേഹിക്കാനില്ല. നമ്മളിവിടെ യൂട്യൂബിലൂടെയൊക്കെ ഇൻ്റർവ്യൂകളിൽ നടത്തുമ്പോൾ കാണുന്നത് പോലെ തന്നെ എന്നെ ആരും സ്നേഹിക്കാനില്ല. ഇതിൻ്റെ പ്രതികാരം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു. ഈ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നവരാണ് കുഴപ്പക്കാർ. നമുക്ക് സ്നേഹമില്ല, അതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ് ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന്. അപ്പനും അമ്മയും സ്നേഹിക്കുന്നില്ല എന്ന് ആരെങ്കിലും തോന്നിയാൽ അത് അവൻ്റെയോ അവളുടെയോ തെറ്റാണ്. ഈ സഹോദരനും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായി. എൻ്റെ സഹോദരങ്ങളോ ഒന്നും സ്നേഹിക്കുന്നില്ല. അദ്ദേഹം ഒരു നല്ല മേസ്തിരി പണിക്കാരനാണ്, നല്ലൊരു മേസ്തിരി പണിക്കാരൻ. അങ്ങനെ അദ്ദേഹം ഒരിടത്ത് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, ഉപബോധ മനസ്സിലെന്ന് തന്നെ പറയാമെന്ന് തോന്നുന്നു, ചിലർ അയാളുടെ അടുക്കൽ വന്ന് പറയുന്നു, നീ എന്തിന് ദുഃഖിച്ചിരിക്കുന്നു? ഞങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് അവിടെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്. നീ ഞങ്ങളോടുകൂടെ വരണം. ഞങ്ങൾ പാർക്കുന്ന സ്ഥലമൊക്കെ വളരെ സന്തോഷമാണ്. അത് ആളുകൾ തീയാണെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് തീയിലും കുഴപ്പമൊന്നുമില്ല. ഈ പ്രയാസമൊന്നും നിനക്ക് അനുഭവിക്കേണ്ടിയും വരികയില്ല എന്ന് പറഞ്ഞ് അവനെ പ്രലോഭിപ്പിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ആ അദൃശ്യ ശക്തികൾ പറഞ്ഞു, നീ ആത്മഹത്യ ചെയ്യണം, വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്. അതാണ്, വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്താൽ നിനക്ക് ഒരു വേദനയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഉറപ്പിച്ച് പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യില്ല, എനിക്ക് വിഷം കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്തിന്? കുറേ നേരം രണ്ട് പാർട്ടിക്കാരും തമ്മിൽ തർക്കിച്ചതിന് ശേഷം ഈ പയ്യൻ പറഞ്ഞു, എനിക്ക് പേടിയാണ്, എങ്ങനെയാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്? അപ്പോൾ ആ വന്ന ആളുകൾ പറഞ്ഞു കൊടുത്തു, ഞങ്ങളത് കാണിച്ചു തരാം. അപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ. അവർ പറഞ്ഞു, നീ IR-ൻ്റെ തൈലം വാങ്ങിച്ച, IR8 എന്ന് പറയുന്ന ഒരു തൈലം ഒരു സമയത്ത് പ്രസിദ്ധമായിരുന്നു. അതിനെ കുടിച്ചാൽ ഉടനെ തന്നെ അങ്ങ് ചാകും, പിന്നെ നീ ഒന്നും അറിയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് വാങ്ങാൻ അറിഞ്ഞുകൂടാ, എനിക്കാരും ആ തൈലം തരൂല. അപ്പോൾ ഇവർ പറഞ്ഞു, അതൊക്കെ വഴി ഞങ്ങളുണ്ടാക്കി തരാം. ഒരു മനുഷ്യർ പറയുന്നത് പോലെ അവനോട് പറഞ്ഞു. ഇവനെ ഒരു വഴി പറഞ്ഞു കൊടുത്തു, ഒരിട വഴി. ആ തൈലം വാങ്ങുന്നവരുടെ കടയിൽ പോകാനായിട്ട്. അപ്പോൾ ഇടയിൽ പോകുന്ന വഴി പറഞ്ഞു കൊടുത്തു. ഇവൻ ആ വഴി പോയി, നടന്നു പോയി. അപ്പോൾ ദൂരെ നിന്ന് 2-3 ഇവരുടെ കൂട്ടുകാർ വന്നപ്പോൾ, ഇതാ എൻ്റെ കൂട്ടുകാർ വരുന്നു, എനിക്കിപ്പോൾ അവരോട് കാര്യം പറയേണ്ടി വരും. അപ്പോൾ പറഞ്ഞു, നില്ല, നീ ഒന്നും പേടിക്കണ്ട, അതിൻ്റെ വഴി ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരന്മാർ ചോദിച്ചു, എവിടെ പോകുന്നു? അപ്പോൾ ഞാൻ അപ്പുറത്ത് വരെ പോകുന്നു, ജംഗ്ഷൻ വരെ ഒന്ന് പോയിട്ടൊരു ചായ കുടിച്ചിട്ട് ഓ ശരി. അവർ പിരിഞ്ഞു. ആ കടയിൽ ചെന്നപ്പോൾ കടക്കാരൻ ചോദിച്ചു, നീക്കൊക്കെ കൃഷിയൊന്നുമില്ലല്ലോ, നീ മേശിരി പയ്യനല്ലേ, നിനക്കെന്തിനീ 5000-ൻ്റെ തൈലം? അതൊന്നും ഇവിടെ നിന്ന് കിട്ടൂല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അവൻ്റെ അകത്തിരിക്കുന്ന ചിലർ പറഞ്ഞു, എൻ്റെ വീട്ടിലിപ്പോൾ അപ്പനും സഹോദരന്മാരും ഒക്കെ ചില കൃഷികൾ ചെയ്തിരിക്കുന്നു, ഭയങ്കര കൃമിശല്യമാണ്, അതുകൊണ്ടാണ് ഞാൻ വന്നത്, എനിക്ക് കുറച്ച് തൈലം കിട്ടിയ. ഈ പയ്യൻ നല്ല ഒരു പയ്യൻ എന്നുള്ള നിലയ്ക്ക് അയാൾ 5000-ൻ്റെ തൈലത്തിൻ്റെ ഒരു ബോട്ടിൽ
കൊടുക്കാനിടയായി. അപ്പോൾ ഇതിനി എങ്ങനെ കുടിക്കണമെന്നായി. അവർ പറഞ്ഞു കൊടുത്ത്, വാ നമുക്ക് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ചെന്ന് ഇരുന്ന് ഇതിനെ കുടിക്കാം. അപ്പോൾ ഇത് പൊട്ടിക്കാൻ ഇത്തിരി പ്രയാസമാണ്, അതൊക്കെ വേലകൾ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് ചെന്ന് ഒരു തെങ്ങിൻ്റെ മൂട്ടിൽ ഇരുത്തി, തണലത്ത് ഇരുത്തി. അപ്പോൾ ഏകദേശം ഒരു 4 മണി സമയമായിരിക്കും. ഇവൻ അവിടെ അടുത്ത് കിടന്ന ഒരു കല്ലെടുത്ത് ഇതിനെ ഇടിച്ച് പൊട്ടിച്ചിട്ട് പറഞ്ഞ്, നീ കൂടി. അവൻ പറഞ്ഞ്, എനിക്കിപ്പോഴും അവന് മനസ്സില്ല. ഈ ലോകത്തിലെ ദുഃഖങ്ങളെല്ലാം പോകും, നീ ഇത് കുടിച്ചാൽ മാത്രം മതി, ബാക്കി ഞങ്ങളേറ്റുമെന്ന് പറഞ്ഞു. ഈ പയ്യൻ കല്ലെടുത്ത് പൊട്ടിച്ച് വെട്ടി ഇതിനെ തുറന്ന് അവൻ ഏകദേശം പകുതി വലിച്ചു കുടിച്ച ഉടനെ ഇവന് ബോധം വന്നു. ഇവൻ്റെ കൂടെ സംസാരിച്ച ആളുകൾ പിന്നെ അപ്രത്യക്ഷമായി. ഇവൻ വീട്ടിനെക്കുറിച്ചും അവൻ്റെ സഹോദരിയെക്കുറിച്ചും ഓർത്ത് അവൻ അവിടെ നിന്ന് ഓടി സഹോദരിയോട് ചെന്ന് ഈ വിഷയങ്ങളിപ്പോൾ ഞാൻ പറയുന്നത് അവൻ പറഞ്ഞിട്ടാണ്. ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി ഞാൻ ഈ മരുന്നിങ്ങനെ കുടിച്ചു, ഞാനിങ്ങനെ ചില കാഴ്ചകൾ കണ്ടു, അങ്ങനെയാണ് ഞാൻ കുടിച്ചത്, എനിക്ക് കുടിക്കാൻ താല്പര്യമില്ലായിരുന്നു, എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഈ പ്രിയപ്പെട്ടവർ വലിയ ദാരിദ്ര്യമുള്ളവരാണെങ്കിലും പെട്ടെന്ന് ഒരു ആശുപത്രിയിലേക്ക്, അവിടെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് ഇവനെ കൊണ്ടുപോകാനിടയായിത്തീർന്നു. അവിടെ അഡ്മിറ്റ് ചെയ്തു. അവനെ പാടുപെടുത്തി. ഒരു വിഷമടിക്കുന്ന മനുഷ്യന് എന്തെല്ലാം ചികിത്സകൾ ചെയ്യാമോ അതൊക്കെ ചെയ്തു. പണം നഷ്ടപ്പെടുത്തി. പിന്നെ അവൻ്റെ ശരീരം ഓരോ അവയവങ്ങളായിട്ട് നശിച്ചു. അങ്ങനെ ഏകദേശം ഒരാഴ്ചയിലധികം ആശുപത്രിയിൽ അവൻ കിടന്നു. ഇഞ്ചിഞ്ചായി മരിക്കുവാനിടയായി. എൻ്റെ സഹോദരങ്ങളെ, കഥയല്ല ഞാൻ ഈ പറയുന്നത്, ജീവിതമാണ് നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചത്. അങ്ങനെ ആ മനുഷ്യൻ മരിച്ചു. അവൻ പിടഞ്ഞ് മരിച്ചു. ഈ പിശാചിൻ്റെ ശക്തി അവനെ വിട്ട് പോവുകയും ചെയ്തു. ആത്മഹത്യ ഇതാണ്. ഇനിയുള്ള ജീവിതം നമ്മൾ അവനെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരിക്കലും ദൈവരാജ്യത്തിൽ അവന് പോകുവാനായിട്ട് കഴിയാത്ത വിധത്തിൽ അവൻ ദൈവകൽപ്പന ലംഘിച്ചിരിക്കുന്നു. അതേ പ്രിയ സഹോദരങ്ങളെ, പ്രിയ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഓരോരുത്തരുടെ മേലും പകരപ്പെടുമാറാകട്ടെ. ആത്മഹത്യ തെറ്റാണ്, പാപമാണ്. അത് ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് കടമുണ്ടാകാം, അത് നീങ്ങിപ്പോകും. ഈ പറയുന്ന എനിക്കും ലക്ഷക്കണക്കിന് രൂപയുടെ കടമുണ്ടായി. ഭാരപ്പെടുന്ന അവസ്ഥയിലേക്ക് ഞാനും നീങ്ങി. എന്നാൽ സർവശക്തനായ ദൈവം ഏതോ വഴിയിൽ ഒക്കെ എന്നെയും ആ കടഭാരത്തിൽ നിന്ന് വിടുവിച്ചു. ഇന്ന് നിങ്ങളോട് സുവിശേഷം പറയുവാൻ ദൈവം അവസരം തന്നു. നിങ്ങൾക്കും ദൈവം വഴികളെ തുറക്കും, വാതിലുകളെ തുറക്കും. നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും ഒരപമാനം വരുത്തി വയ്ക്കുവാനിട വരാതെ നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കണമേ എന്ന് പറഞ്ഞ് ഞാനിവിടെ നിർത്തുന്നു.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അങ്ങനെയെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ സുവിശേഷം ചില നാളുകൾ കഴിയുമ്പോൾ എത്തുവാനിടയായിത്തീരും. ഇത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങളോട് സംസാരിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. അവിടെ ഹൃദയത്തിന് തണുപ്പുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം പ്രാണനെ തണുപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ദുഃഖത്തിലും ഭാരത്തിലും ആയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതാണ്. ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഈ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണി, ദൈവമേ, എനിക്ക് ദൈവമുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല, ദൈവത്തിന് എന്നെ വിടുവിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആയുസ്സോട് ആരോഗ്യത്തോടെ ജീവിപ്പാൻ കൃപ ചെയ്യണമേ. പ്രാർത്ഥിച്ച് ഈ ഭാരമുള്ളവരെ തൃപ്പാദമെടുത്ത് സമർപ്പിക്കുന്നു. ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.